ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കോവിഡ് വന്നതിന് ശേഷം ഇന്ന് മിക്ക ആൾക്കാരും അവരുടെ ആരോഗ്യ സംരക്ഷണത്തിൽ തൽപരരാണ്. മിക്കവരും ഇന്ന് വ്യായാമം ചെയ്യുന്നുണ്ട്. പല ആൾക്കാരും നടപ്പാണ് തിരഞ്ഞെടുക്കുന്നതും. എൻ്റെ അടുക്കൽ രോഗികളായിട്ട് വരുന്ന മിക്കവരോടും ഞാൻ ആവശ്യപ്പെടാറുണ്ട്, ഒരു ദിവസം 1 മണിക്കൂർ എങ്കിലും നിങ്ങൾ നടക്കണം, അല്ലെ മറ്റേതെങ്കിലും വ്യായാമം ചെയ്യണമെന്ന്. ഈ വ്യായാമം ചെയ്യുക അല്ലെങ്കിൽ നടക്കുക എന്ന് പറയുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഡോക്ടറെ എപ്പോഴാണ് നടക്കാൻ ഏറ്റവും നല്ല സമയം എന്ന് അവർ ചോദിക്കുന്നത്. അപ്പോൾ നടപ്പ് ആണ് ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള വ്യായാമം. പലതരത്തിലുള്ള വ്യായാമം ഉണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഏറ്റവും സിമ്പിളും എല്ലാവർക്കും ചെയ്യാവുന്നതുമായ ഒരു വ്യായാമമാണ് നടപ്പ്. അപ്പോൾ നടപ്പ് നമ്മൾ എപ്പോൾ ചെയ്യണം? രാവിലെ ചെയ്യണോ, ഉച്ചയ്ക്ക് ചെയ്യണോ, ചിലർക്ക് വൈകിട്ടായിരിക്കും സമയം കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ പല സമയങ്ങളിൽ നമുക്ക് നടക്കാം. അതിൽ ഏതാണ് ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും നല്ലത് എന്നതിനെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ വ്യായാമത്തിന് ധാരാളം പ്രയോജനങ്ങളുണ്ട്. ഈ ധാരാളം പ്രയോജനങ്ങൾ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ നടക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതിൽ ഏറ്റവും പ്രധാനമാണ് അതിൻ്റെ ടൈമിങ്. പക്ഷേ ടൈം നമ്മൾ തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള മറ്റ് ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ഒട്ടും നടക്കാതിരിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് നമ്മൾ എപ്പോഴെങ്കിലും നടക്കുന്നതാണ്. നിങ്ങൾ രാവിലെയോ ഉച്ചയ്ക്കോ വൈകിട്ടോ വേണമെങ്കിൽ നടക്കാം. സെഡൻറ്ററി ലൈഫ് സ്വീകരിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും എപ്പോൾ വേണമെങ്കിലും നടക്കുന്നത് വളരെയധികം പ്രയോജനം ചെയ്യും. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ നടക്കുമ്പോൾ അല്ലെ വ്യായാമം ചെയ്യുമ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസിയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതായത് നമ്മൾ വ്യായാമം മുടക്കരുത്. എല്ലാ ദിവസവും നമ്മൾ വ്യായാമം ചെയ്യണം, എല്ലാ ദിവസവും നമ്മൾ നടക്കണം. ഏറ്റവും കുറഞ്ഞത് ആഴ്ചയിൽ 5 അല്ലെങ്കിൽ 6 ദിവസവും നമ്മൾ നടക്കണം. ഒരു ദിവസം നമുക്ക് ശരീരത്തിന് വിശ്രമം കൊടുക്കുന്നതിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ കൺസിസ്റ്റൻസി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പിന്നെ വ്യായാമത്തിൻ്റെ പ്രയോജനങ്ങൾ പലതാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വ്യായാമത്തിൻ്റെ പ്രയോജനത്തെപ്പറ്റി തന്നെ എൻ്റെ ചാനലിൽ ധാരാളം വീഡിയോകളുണ്ട്. അത് കേട്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അത് കാണുക, കേൾക്കുക. അപ്പോൾ ഈ വ്യായാമത്തിൻ്റെ പ്രയോജനം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ വ്യായാമം തിരഞ്ഞെടുക്കുന്ന സമയവും പ്രധാനമാണ്. ഉദാഹരണമായിട്ട് ഒരാൾക്ക് വണ്ണം കുറയ്ക്കണം, അയാളുടെ കുടവയറ് കുറയ്ക്കണം, അല്ലെ ഫാറ്റ് ബേൺ ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നുവെങ്കിൽ അയാൾ രാവിലെ നടക്കുന്നതാണ് തീർച്ചയായിട്ടും നല്ലത്. കാരണം രാവിലെ നടക്കുമ്പോൾ നമ്മുടെ വയറ് എംറ്റിയാണ്. അപ്പോൾ നടക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്, നമ്മുടെ പേശികൾക്ക് ആവശ്യമാണ് അതിൻ്റെ വർക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസ് അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പും ബേൺ ചെയ്യും എനർജിക്ക് വേണ്ടി. അപ്പം നമ്മുടെ കൊഴുപ്പ് ശരീരത്തിൽ കുറയും, അയാളുടെ വണ്ണം കുറയും, നമുക്ക് നല്ല വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. നമുക്ക് വ്യായാമത്തിൻ്റെ എല്ലാ പ്രയോജനങ്ങളും ലഭിക്കണമെങ്കിൽ നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ മറ്റു ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഇത് വാമപ്പ് ചെയ്യണം. വ്യായാമം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വാമപ്പ് ചെയ്യണം. ഒരു 5 മിനിറ്റ് അതിനുവേണ്ടി നമ്മൾ ചെലവഴിക്കണം. അതുപോലെ തന്നെ വ്യായാമം അവസാനിപ്പിക്കുമ്പോഴും നമ്മൾ കൂൾ ഡൗൺ എന്ന പ്രക്രിയ ചെയ്യണം. അതെന്താണ് എന്നതിനെപ്പറ്റി എൻ്റെ പഴയ വീഡിയോകളിലൊക്കെ നമ്മൾ വിശദമായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വാമപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സ്ട്രെച്ചിങ് വ്യായാമം ചെയ്യുക എന്നുള്ളതാണ്. കൂൾ ഡൗൺ എന്ന് പറഞ്ഞാലും ചെറിയ സ്ട്രെച്ചിങ് വ്യായാമങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഇത് രണ്ടും കൂടി ചെയ്ത് കഴിഞ്ഞാൽ വ്യായാമത്തിൻ്റെ പ്രയോജനങ്ങൾ ലഭിക്കുകയുള്ളൂ. പിന്നെ ശരിയായ അളവിലുള്ള ഷൂസ് നമ്മൾ ധരിക്കണം. പിന്നെ നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിരിക്കണം, അതായത് വെള്ളം ധാരാളം കുടിക്കണം, ഡീഹൈഡ്രേഷൻ ഒരിക്കലും ഉണ്ടാകരുത്, തുടങ്ങിയ കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഇനി നമുക്ക് വ്യായാമം നമുക്ക് രാവിലെ വേണമെങ്കിൽ ചെയ്യാം, നമുക്ക് ഉച്ചയ്ക്ക് ചെയ്യാം, നമുക്ക് വൈകിട്ട് ചെയ്യാം. അപ്പോൾ ഓരോന്നിനും ആ ടൈമിങ്ങിൻ്റെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്താണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ രാവിലെ നടക്കുകയാണ്. രാവിലെയാണ് കൂടുതൽ ആൾക്കാരും നടക്കുന്നത്. രാവിലെ നടക്കുന്നതുകൊണ്ട് നമുക്ക് പല പ്രയോജനങ്ങളും എക്സ്ട്രാ ആയിട്ട് കിട്ടുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ രാവിലെ നടക്കുമ്പോൾ അന്തരീക്ഷത്തിലെ വായു കൂടുതൽ ശുദ്ധമാണ്. അപ്പോൾ കൂടുതൽ ഓക്സിജനുള്ള വായു ശ്വാസത്തിലേക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ കൂടുതൽ ഓക്സിജൻ നമ്മുടെ രക്തത്തിൽ കലരാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ രാവിലെ നമ്മൾ നടക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ വയറ് എംറ്റിയാണ്. അപ്പോൾ നടക്കുമ്പോൾ നമ്മൾ കാലറി കൂടുതലായിട്ട് ബേൺ ചെയ്യുന്നത് കൂടുതലും കൊഴുപ്പിൽ നിന്നാണ്. അതായത് കൂടുതൽ കൊഴുപ്പ് കത്തിച്ച് നമ്മുടെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെ വെയിറ്റ് കുറയ്ക്കുവാൻ സഹായിക്കുന്നത് രാവിലത്തെ നടത്തമാണ്. പിന്നെ രാവിലെ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ മൂഡ് എലിവേറ്റ് ചെയ്ത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. നമുക്ക് ആ ദിവസം മുഴുവൻ കൂടുതൽ എനർജറ്റിക് ആയിട്ട് ജോലി ചെയ്യാൻ പറ്റും. നമ്മുടെ എനർജി ലെവൽ ഹൈ ആക്കാൻ അത് വളരെയധികം സഹായിക്കും. നമ്മുടെ മെറ്റബോളിസം കൂടുതലായിട്ട് ഇമ്പ്രൂവ് ചെയ്യും.
തുടങ്ങിയ കാര്യങ്ങൾ രാവിലത്തെ നടത്തത്തിനുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ രാവിലെ തന്നെ നടക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ദിനചര്യയുടെ ഒരു ഭാഗമായി നമുക്ക് നടപ്പിനെ കരുതാൻ സാധിക്കും. അതായത് നടപ്പിന് നമ്മൾ നമ്മുടെ ദിനചര്യയിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു എന്ന ഒരു ഉറപ്പ് നമുക്ക് രാവിലെ തന്നെ നടക്കുവാൻ സഹായിക്കുന്നു. പിന്നെ രാവിലെ നടക്കുന്നവരാണ് കൂടുതൽ ആൾക്കാരും. അപ്പോൾ രാവിലെ നമ്മൾ ഗ്രൗണ്ടിലോ റോഡിലോ ഒക്കെ നടക്കുമ്പോൾ നമുക്ക് കൂടുതൽ സുഹൃത്തുക്കളെ കാണാനും അങ്ങനെ അവരുടെ സൗഹൃദം ഒന്ന് മെച്ചപ്പെടുവാനും നമുക്ക് അല്പനേരം ചിരിക്കാനോ അല്ലെ വർത്തമാനം പറയാനോ ഒക്കെയുള്ള സമയം നമുക്ക് കിട്ടും. അപ്പോൾ രാവിലെ നടക്കുന്നതിന് ഇങ്ങനെ നിരവധി പ്രയോജനങ്ങളുണ്ട്. പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് വേണമെങ്കിൽ ഒരു ചെറിയ നടപ്പ് നടക്കാം. അതായത് നമ്മൾ ഉച്ചയ്ക്കത്തെ ആഹാരത്തിന് ശേഷം ഒരല്പം നടക്കുക. അത് നമ്മൾ ബ്രിസ്ക് വാക്കിങ്ങോ ഒന്നുമല്ല, സാവധാനം നടക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. 2 മുതൽ 5 മിനിറ്റ് വരെ നമുക്ക് അങ്ങനെ നടക്കാം. അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്ക് ഒരു ചെറിയ നടപ്പ് നടക്കുമ്പോൾ അത് നമ്മൾ കഴിച്ച ആഹാരത്തെ ദഹിപ്പിക്കാൻ അത് വളരെയധികം സഹായിക്കും. അതുപോലെ തന്നെ അത് നമ്മുടെ എനർജി ലെവൽ അവിടെ മേക്കപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ആഹാരം കഴിച്ചു കഴിയുമ്പോൾ നമുക്കൊരു മന്ദത ഉണ്ടാകും. അതായത് നമുക്ക് പോസ്റ്റ് മീൽ സ്ലഗീഷ്നെസ് എന്നാണ് പറയുന്നത്. അത് കുറയ്ക്കുവാൻ നമുക്ക് ഉച്ചയ്ക്കുള്ള ആ ചെറിയ നടപ്പ് നമ്മളെ തീർച്ചയായിട്ടും സഹായിക്കും. പിന്നെ ഉച്ച കഴിഞ്ഞുള്ള നമ്മുടെ ജോലി ചെയ്യുവാനും നമുക്ക് അല്പം എനർജി ലഭിക്കുവാനും അത് വളരെയധികം സഹായിക്കും. അത് വളരെ ചെറിയ നടപ്പാണ് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ബ്രിസ്ക് വാക്കിംഗ് അല്ല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ നമുക്ക് ഈവനിങ് വാക്കാണ്. പല ആൾക്കാർക്കും രാവിലെ സമയം കിട്ടുകയില്ല. അവരുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് അവർക്ക് ചിലപ്പോൾ രാവിലെ ജോലിക്ക് പോകേണ്ടതായിരിക്കും. വെളുപ്പിനെ 5 മണിക്ക് പോകേണ്ടവർ കാണും, 4 മണിക്ക് പോകേണ്ടവർ കാണും. അപ്പോൾ രാവിലെ അവർക്ക് പലപ്പോഴും സമയം കിട്ടുകയില്ല. അങ്ങനെയുള്ളവർ വൈകിട്ട് നടക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക. അപ്പോൾ വൈകിട്ട് നടക്കുമ്പോൾ അതിനും വളരെയധികം ഗുണങ്ങളുണ്ട്. ഒന്നാമതായിട്ട് അത് വൈകിട്ട് നടക്കുമ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡീ സ്ട്രെസ് പ്രൊസീജിയറാണ്. അതായത് നമുക്കന്ന് പകലത്തെ മുഴുവൻ സ്ട്രെസ്സും നമുക്ക് കുറയ്ക്കുവാൻ അത് വളരെയധികം സഹായിക്കും. അതൊരു റിലാക്സേഷൻ ടെക്നിക്കാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് വൈകിട്ട് നമ്മൾ നടക്കുകയാണെങ്കിൽ നമുക്ക് ഉറക്കം നല്ലപോലെ ലഭിക്കുന്നു എന്നുള്ളതാണ്. നല്ലപോലെ ഉറങ്ങാൻ തീർച്ചയായിട്ടും അത് വളരെയധികം സഹായിക്കും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ നടക്കരുത്. നമ്മൾ നടക്കുന്നത് വൈകിട്ടത്തെ ഈവനിങ് വാക്ക് 5:30 മുതൽ 6, 7, 8 മണി വരെയൊക്കെ നടക്കാം. പക്ഷെ ആഹാരം കഴിക്കുന്നതിന് തൊട്ട് മുമ്പോ ആഹാരം കഴിച്ചതിന് ശേഷമോ വലിയ വ്യായാമത്തിന് വേണ്ടി നമ്മൾ പോകരുത്. പിന്നെ നമ്മുടെ മെറ്റബോളിസം അല്പം കൂടെ കൂടാൻ സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ പല രീതിയിലും പല സമയത്തും നടക്കുന്നുണ്ടെങ്കിലും ഇതെല്ലാം നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയെ കുറയ്ക്കുവാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. പ്രമേഹമുള്ളവർക്ക് അവർക്ക് രക്തത്തിലെ പഞ്ചസാരയെ കുറക്കാം. അതുപോലെ തന്നെ പ്രമേഹം വരാതിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ നടപ്പ് വളരെയധികം പ്രയോജനം ചെയ്യും. ആദ്യം സൂചിപ്പിച്ച പോലെ നമുക്കിതിൻ്റെ എല്ലാം പ്രയോജനം കിട്ടണമെങ്കിൽ നമ്മൾ ഈ ആദ്യം സൂചിപ്പിച്ച വാമപ്പ് അതുപോലെ തന്നെ കൂൾ ഡൗൺ തുടങ്ങിയ പ്രൊസീജിയർ നമ്മൾ പാലിക്കണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് കൺസിസ്റ്റൻസി ആണ് എന്ന് നിങ്ങൾ ഓർക്കണം. യാതൊരു കാരണവശാലും വ്യായാമം മുടക്കരുത്. എല്ലാ ദിവസവും നടക്കണം. ഏറ്റവും കുറഞ്ഞത് ഒരു 40 മുതൽ 50 മിനിറ്റ് വരെയെങ്കിലും നമ്മൾ നടക്കണം. അത് രാവിലെ ആയാലും വൈകിട്ടായാലും അതിന് തമ്മിലുള്ള വ്യത്യാസങ്ങളെ പറ്റി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. വളരെ ഇൻഫോർമേറ്റീവായ ഈ കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.